ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos 2x - 1 ബൈ cos x - 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് ടഫാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ എഴുതട്ടെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos 2x - 1 ഡിവൈഡഡ് ബൈ cos x - 1. എക്സിന് ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. കൊടുത്താൽ കിട്ടില്ല ആൻസർ. കാരണം എക്സിന് ഡയറക്റ്റ് ആയിട്ട് 0 കൊടുത്താൽ ഇവിടെ cos 0 വരും. cos 0 1 അല്ലേ, അപ്പോൾ 1 - 1 വരും. എക്സിന് 0 കൊടുത്താൽ cos 0 1 ആണ്. 1 - 1 0. അപ്പോൾ ഡിവിഷൻ ബൈ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വേറെ ഏത് മെത്തേഡാണുള്ളത്? ഈ കോസ് വെച്ചിട്ടുള്ള നമ്മൾ ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടില്ല അല്ലേ ലിമിറ്റിൽ. അപ്പോൾ ഇവിടെ ഒരു ട്രിഗണോമെട്രിയുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. ഞാനിതിവിടെ എഴുതാം. അത് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്, എപ്പോഴും ആവശ്യം വരുന്നൊരു റിസൾട്ടും കൂടിയാണ്. 1 - cos θ ഈ എഴുതുന്നത് ട്രിഗണോമെട്രിയിലുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. 1 - cos θ നമുക്ക് പലപ്പോഴും ലിമിറ്റിലും ഡിഫറൻസിയേഷനിലും പലപ്പോഴും ആവശ്യം വരുന്നൊരു റിസൾട്ടാണ്, ട്രിഗണോമെട്രിയാണ്. 1 - cos θയുടെ വാല്യൂ 2 sin square of θ/2 ആണ്. ബൈ ഹാർട്ടാക്കി വെച്ചോ. ഇതെങ്ങനെയാണ് വരണതെന്നൊന്നും നമുക്കറിയണ്ട, ബൈ ഹാർട്ടാക്കേണ്ട ഒരു റിസൾട്ടാണ്. 1 - cos θ 2 sin square of θ/2. ഓക്കെ, ക്ലിയർ ആയാലും ഇത് അറിഞ്ഞിരിക്കുക. ഞാൻ പ്രോബ്ലത്തിന് ആവശ്യമുള്ള റിസൾട്ട് ഇപ്പോൾ എഴുതുന്നുള്ളൂ. അപ്പോൾ ഇത് എഴുതി പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. 1 - cos എപ്പോഴും ആവശ്യം വരുന്ന ഒരു റിസൾട്ടാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം. 1 - cosന് പകരം cos - 1 അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുകളിലും താഴെയും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തിരിഞ്ഞു വരും, 1 - cos θ എന്നായി മാറും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ, a - b എന്നുള്ളത് b - a ആവും. a - bനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ b - a ആവും. ഇവിടെ cos 2x - 1 എന്നുള്ളത് 1 - cos 2x ആവും. അതേപോലെ -1 ഇൻറ്റു cos x - 1 ചെയ്താൽ 1 - cos x ആവും. ഇങ്ങനെ കിട്ടും. ഇവിടം വരെ ക്ലിയർ ആയല്ലോ. ഇനി എന്തായിരിക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പറ്റുക? അടുത്ത സ്റ്റെപ്പിൽ 1 - cos θ ഫോമിലാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 - cos θ അങ്ങനെ വായിക്കാമല്ലോ. 2xനെ ഞാൻ തീറ്റ എന്ന് വായിച്ചോട്ടെ. 2xന് ഇത് 1 - cos θ ഫോമിലാണ്. 2 sin square θ/2. സോ 2 sin square 2x/2. അത് മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇപ്പം തന്നെ പറഞ്ഞിരുന്നു, ഈ 2xന് ഞാൻ തീറ്റ എന്നാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ തീറ്റയാണ് ഈ 2x, തീറ്റയാണ് 2x. അപ്പോൾ 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin square θ/2. സോ 2 sin square θ/2. തീറ്റ മീൻസ് 2x, 2x/2. താഴെ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. 1 - cos θ കറക്റ്റ് ആ ഫോമിൽ തന്നെയാണ്. 1 - cos x 2 sin square x/2. 2 sin square x/2. ഒരു ബ്രാക്കറ്റ് ഇടണം. നമുക്ക് ഈ പുറത്തിരിക്കുന്ന 2 ഒക്കെ വെട്ടിക്കളയാമല്ലോ അല്ലേ, ശരിയല്ലേ? പുറത്തുള്ള ഈ 2ഉം ഈ 2ഉം വെട്ടിക്കളയാം. അതുപോലെ ഇവിടെ ഒരു 2 വെട്ടിക്കളയാം വേണമെങ്കിൽ. അപ്പോൾ എന്ത് വരും അടുത്ത സ്റ്റെപ്പിൽ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ന്യൂമറേറ്ററിൽ sin square x ഉണ്ട്, ഡിനോമിനേറ്ററിൽ sin square of x/2 ഉണ്ട്. ശരിയല്ലേ?
നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ ആണ്. സൈൻ എക്സ് ബൈ എക്സ് 1 ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാണ്, ശ്രദ്ധിച്ചിരിക്കണം, ഇത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനൊരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതാണ്. തെറ്റില്ലല്ലോ. സൈൻ സ്ക്വയർ എക്സിന് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. ഇതേപോലെ ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. സൈൻ സ്ക്വയർ എക്സ് ബൈ 2ന് സൈൻ ഓഫ് 1/2 എക്സ് ഇൻറ്റു സൈൻ ഓഫ് 1/2 എക്സ് അങ്ങനെ എഴുതിയാലോ. 1/x/2 ആണ് ഈ 1/2 എക്സ്. അറിയാമല്ലോ, x/2 എന്ന് പറയുമ്പോൾ 1/2 എക്സ് തന്നെയാണല്ലോ. ശരിയാണ്. സൈൻ ഓഫ് x/2 ഇൻറ്റു സൈൻ ഓഫ് x/2 സൈൻ സ്ക്വയർ x/2. ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, സൈൻ ഉണ്ടെങ്കിൽ അതിനൊരു ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. ഒരു സൈനിന് ഒരു ഡിവൈഡ് ബൈ എക്സ്, ഓരോ സൈനിനും ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് എഴുതാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കാം. ന്യൂമറേറ്ററിൽ ഇതിനെ ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സൈനിന് താഴെ ഒരു എക്സ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 തവണ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്താൽ താഴെയും അതേപോലെ ചെയ്യണ്ടേ, 2 തവണ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററിൽ 2 തവണ ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെ അതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അപ്പോൾ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണെന്ന് നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് 1 ആയി. അതേപോലെ വീണ്ടും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. താഴെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സൈൻ എൻ എക്സ് ബൈ എക്സ് ആണ്. സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ അല്ലേ. അപ്പോൾ സൈൻ 1/2 എക്സ് ബൈ എക്സ് 1/2 ആണ്. വീണ്ടും സൈൻ ഓഫ് 1/2 എക്സ് ബൈ എക്സ് 1/2. ഇനി അറിയാമല്ലോ 1 ഡിവൈഡഡ് ബൈ 1/4 അല്ലേ. സോ 4 ആണ് ഇതിൻ്റെ ആൻസർ.